ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് തിങ്കളാഴ്ച ആയിട്ട് നമ്മുടെ ഗെയിമിൽ കൊണാമി പുതിയൊരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് ഔട്ട് അറ്റാക്കേഴ്സ് 2025-26 സീസൺസ് ബെസ്റ്റ് പറഞ്ഞിട്ടാട്ടോ. അപ്പോൾ ഇത് ഈ സീസണിൻ്റെ ഏറ്റവും മികച്ച അറ്റാക്കേഴ്സിനെ വെച്ചിട്ടാണ് അവർ ഈ പാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് കിടിലൻ പ്ലേയേഴ്സ് ആണ് കേട്ടോ. ഒന്ന് നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ബ്രൂണോ ഫെർണാണ്ടസിന് വന്നിരിക്കുന്നത് ബിഗ് ടൈം കാർഡായിട്ടാണ് കേട്ടോ. അപ്പോൾ ബ്രൂണോ എടുക്കുന്നതിൽ വെറുത്താണ്, ഒരു രക്ഷയില്ലാത്ത കാർഡാണ്. നല്ല സ്റ്റാറ്റ്സ് വരുന്നുണ്ട് നമ്മൾ ഹബിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ. അപ്പോൾ ആൾക്ക് വന്നിരിക്കുന്നത് സ്കിൽസ് പറയുന്നത് ഫിനോൽ പാസ് പ്ലസ് മാഗ്നറ്റിക് ഫീറ്റ് ആണ്. അതുപോലെ നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ സ്റ്റാർ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. വിനീഷ്യസ് ജൂനിയർ വന്നിരിക്കുന്നത് ബ്ലിറ്റ്സ്കർ പ്ലസ് മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ്. അപ്പോൾ അതൊരു കിടിലൻ കാർഡാവും. പക്ഷേ ഇത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടൈം കാർഡായതുകൊണ്ട് ഫോം അവരുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഓക്കെ, ബിഗ് ടൈം ആകുമ്പോൾ പ്രശ്നമില്ല, എപ്പോഴെങ്കിലും ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ കിടന്നോളും. അതുപോലെ തന്നെ നമ്മുടെ ഡെംബല വന്നിട്ടുണ്ട്. ഡെംബല വന്നിരിക്കുന്നത് ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് ആക്സേഷൻ ബൂസ്റ്ററുടെ സ്കില്ലാണ്. ഇപ്പോൾ 3 കാർഡും ഒറ്റയടിക്ക് നോക്കിയാൽ ടോപ്പാണ്. ഇതൊക്കെ അറിയാലോ, ബ്രൂണോ പ്രീമിയർ ലീഗിൽ തന്നെ ഇപ്പോഴത്തെ മികച്ച ബെസ്റ്റ് പ്ലെയർ ആണ്. അപ്പോൾ ആളുടെ കാർഡ് എന്തായാലും ഇതിൽ വെറുത്ത് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പാക്കപ്പിലെ ടാർഗറ്റും ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ബ്രൂണോ ഫെർണാണ്ടസിന് എപ്പോൾ കിട്ടണം ഒപ്പം ഞാൻ നിർത്തിട്ടോ, വേറെ കാര്യം. ഇപ്പോൾ ബ്രൂണോ വന്നിരിക്കുന്നത് ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്ന സ്കില്ലിലാണ് കേട്ടോ. അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ നോക്കുകയാണെങ്കിൽ ഫുൾ ഫിംഗർ ആവാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് നോക്കി നോക്കാം. അതെ, ഫുൾ ഫിംഗർ തന്നെയാണ്. ഡെംബൽ എന്തായാലും ഡീപ്പ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഗോൾ പൗച്ചറാണ്. ഓക്കെ, അപ്പോൾ ഡെംബലെ സെൻറ്റർ ഫോർവേഡായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ മെയിൻലി PSG അങ്ങനെയാണല്ലോ കളിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ലിയോ ജോസ് പ്രോയുടെ അക്കൗണ്ടിലാണ് നമ്മൾ കറക്കുന്നത്. മൂപ്പരയിൽ ഇപ്പോൾ 9179 കോയിൻ ഉണ്ട്. അപ്പോൾ നോക്കി നോക്കാം ഇന്ന് നമുക്ക് ബ്രൂണോനെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ലേന്ന്. അപ്പോൾ മൂപ്പര് പറയുന്നത് മൂപ്പരുടെ അക്കൗണ്ടിൽ തീരെ ലെക്ക് കാര്യം ഇല്ലാതാണ്. അപ്പോൾ നിലവിൽ നമുക്കും കുറച്ച് ലെക്ക് കുറവാണ്, അറിയാലോ. നമുക്ക് കറക്കിയിട്ട് നമ്മൾ കുറച്ച് മൂഞ്ചാറുണ്ട്. പക്ഷേ ഇതിലെനിക്ക് പ്രതീക്ഷയുണ്ട് എടുത്തു കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ടാർഗറ്റ് ആയ ബ്രൂണോനെ തൊട്ട് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം. സ്കിൽസൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. അത് മതി, ബ്രൂണോ ടാർഗറ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കാര്യപരിപാടി എടുക്കാം. ക്യാൻസൽ 900 കോയിൻ, ലെറ്റ്സ് ഗോ. അപ്പോൾ തുടക്കം തന്നെ അവർ പണി ഒപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫീച്ചേർഡ് കാർഡാണ് നമ്മുടെ VRL കാർഡ്. ശരി, മൊറേനോ ജെറാഡ് മൊറീനോ CF ഉണ്ടല്ലോ അവരുടെ. അപ്പോൾ ഫസ്റ്റ് ടൈമിന് നമുക്കൊരു തേപ്പാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ആള് പറയാം ആളുടെ അക്കൗണ്ട് തീരെ ലെക്കില്ലാന്ന്. അതാണ് മെയിൻ പ്രശ്നം. കാരണം നമുക്ക് ഈ 9000 കോയ പ്രശ്നമില്ല എന്നാൾ പറഞ്ഞു. പക്ഷെ അതിൽ ബ്രൂണോനെ കിട്ടണം, അതാണ് ആളുടെ ടാസ്ക് ഉള്ളത് കേട്ടോ. സോ ബ്രൂണോനെ എടുത്ത് കൊടുക്കാൻ പറ്റും തന്നെയാണ് പ്രതീക്ഷ. 2 3 ബ്രൂണോ അന്യാണ് ആവശ്യം. ഓക്കെ, ഇവിടെ നിന്നൊന്ന് ഡീറ്റെയിൽസ് നോക്കാം നമുക്ക്. അത് മതി. ഡയറക്റ്റ് കൊടുത്ത് നോക്കാം. എടാ, വിനീഷ്യസിനൊന്നും ആൾക്ക് വേണ്ടാത്തതാ. കാരണം വിനീഷ്യസ് ആളുടെ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് വിനീഷ്യസ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഞാൻ പറയാണ്, വിനീഷ്യസിന് ആൾക്ക് തീരെ വേണ്ട. ആളുടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് വിനീഷ്യസിന് വേണ്ട പറഞ്ഞിട്ടുണ്ടാവും. എടാ, ജെറാഡ് മൊറീനോടെ സാധാ കാർഡും കിട്ടിയോ? ഇതെന്തത്, ഒരേ പാക്കറ്റ് ഒരു പ്ലെയറിൻ്റെ 2 കാർഡ്സ് ഉണ്ടാവുമോ? ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അത് കിട്ടണമെങ്കിൽ. ഫീച്ചേർഡും കിട്ടി, സാധ്യയും കിട്ടി. എന്തായാലും ഓട്ടെ. എടാ ബ്രൂണോ, എതുക്കടാ ഇപ്പടി പണ്ടേ. യുണൈറ്റഡ് 3 UCL അടിച്ചിരിക്കണം. നമുക്ക് 3 വട്ടം തൊടാം. ബ്രൂണോ പ്രാവശ്യം അസിസ്റ്റിൻ്റെ റെക്കോർഡ് പറ്റിക്കും. ഇപ്പോൾ സമനിലയായിട്ട് വെക്കണം നമ്മുടെ തിയറിൻ്റെ റേറ്റ്. ഒരു അസിസ്റ്റോടെ വെച്ച് തന്നെ റെക്കോർഡ് പൊളിക്കുക. എന്തായാലും പൊളിക്കും തോന്നുന്നുണ്ട്. ഇന്നലെ മൂപ്പർക്ക് അസിസ്റ്റും കിട്ടിയില്ലല്ലോ. ഇന്നലെ ആരൊക്കെ അടിച്ച്? സെസ്കോ, മൊയിനോ, കോബി മൊയിനോ അടിച്ചു. പിന്നെ ആരാ? മറ്റീസ് കുന്നെ അടിച്ചു അല്ലേ. സോ നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട്. ഡെംബല്ലേടാ. CF ഡെംബല്ലേടാ. സാധനം ഷോർട്ട് ടൈം കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് ഇവിടെ ബ്രൂണോ ഫെർണാണ്ടസിന്. അതാണ് ടാസ്ക്. ഡെംബലിന് കിട്ടിയ കുഴപ്പമില്ല. ആൾക്ക് ഡെംബല് പിന്നെയും കുഴപ്പമില്ല. കിട്ടിക്കഴിഞ്ഞാൽ വിനീഷ്യസിന് കിട്ടരുതാണ് മൂപ്പര് ആകെയുള്ളൊരു ഇത്. വിനീഷ്യസ് ആളുടെ ഉണ്ട്. ഡെംബലയുടെ ഈ കാർഡ് ടോപ്പാണ് കേട്ടോ, നല്ല കാർഡാണ്. പിന്നെ ഒരു ഫിനിഷിംഗ് കൊണ്ട് അത്യാവശ്യം കിട്ടലും കാർഡുമാണ്. നല്ല സ്റ്റാറ്റ്സ് ഉള്ള ഒരു കാർഡാണ്. പക്ഷെ ബ്രൂണോന് വേണ്ടതില്ലടാ. ബ്രൂണോനെ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. ബ്രൂണോ എങ്ങനെയൊക്കെ കിട്ടണം.
ബ്രൂണോനെ ഒരു ട്രിക്കൊന്നുമില്ല, അതാണ് കോമഡി. നമ്മൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, അതാണ് ഏറ്റവും വലിയ ഇത്. ഭാഗ്യം വേണം, സാധനം ഉണ്ടെങ്കിൽ കിട്ടും, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. കിട്ടുമെന്നെ പ്രതീക്ഷ, കിട്ടും പ്രതീക്ഷയിൽ കറക്കാം. നെക്സ്റ്റ് ട്രൈ സി ബി. പെരഡസാണ് ഗൈസ്. ഐത്തൂർ പെരഡസോ ഐട്ടോർ. നമ്മുടെ തല ആറ്റൂര്, അത് ഐട്ടോർ. അപ്പോൾ അടുത്ത സ്പിൻ അങ്ങനെ മൂഞ്ചിട്ടുണ്ട്. ഇനി 5500 കോയിനുണ്ട്. എടാ ഇത് എന്താണ് ഈ ട്രിക്കിലോ? എനിക്ക് വലിയ വിശ്വാസമില്ല. ഞാൻ എന്ത് കാണിച്ചിട്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് മൂന്ന് പ്ലേസിനെ തൊട്ടിട്ടില്ല ഒരു പ്രാവശ്യം. 3 പ്ലേസിനെ തൊട്ടിട്ട് നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഇന്നലത്തെ ബാക്ക് ഓപ്പണിങ് ഞാൻ മൂഞ്ചി എന്ന് വിചാരിച്ചു, പക്ഷേ ലാസ്റ്റ് ടൈം രക്ഷിച്ചു. അതുപോലെ ഇത്തവണ രക്ഷിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, 3 പ്ലേസിൽ ഇപ്പോൾ തൊട്ടിട്ടുണ്ട്. ക്യാൻസൽ 900. എടാ കളറ് മാറ്. മാറിയില്ലടാ. എടാ വീണ്ടും അലക്കാടാ. ലൂയിസ് സുവാരസ് ഇട്ടുണ്ട്. സ്പോർട്ടിങ്ങത്തെ സുവാരസ് 4600 കോയിനുണ്ട് ഗൈസ്. എന്താ ഇവന്മാരിത് ഭയങ്കര മുടിപ്പിക്കലാണ് കേട്ടോ. കിട്ടാത്ത പ്ലെയറാണ് വിനീഷ്യസ്. ഓനെ നോക്കിയിട്ട് കാര്യമില്ല, ഓനക്ക് വേണ്ട. ഇതുകൊണ്ട് പിന്നെ മറ്റേ മൂക്കിൻ്റെ സാധനമൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മൂക്കിനോട് തൊട്ടിട്ടുണ്ട് കേട്ടോ, നോക്കി നോക്കാം. മൂക്കൊണ്ട് വിട്ടൊരു വറി കിട്ടിയില്ലടാ. എടാ ഇത് എന്താണത്? എടാ എനിക്ക് മാത്രമല്ല അവിടെ ഇങ്ങനെ ഒരു അവസ്ഥ ഈ ഇടയ്ക്ക് കണ്ടിട്ടുള്ളൂ. സത്യം പറയാലോ, നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ എടുത്ത് നോക്കാൻ എനിക്ക് മനസ്സിലാവും. നമ്മൾ മാത്രമാണ് ഇജാതി ഊജലുള്ളൂ ഈ അടുത്ത്. കഴിഞ്ഞ മാസം തുടങ്ങിയ മൂഞ്ചല ഇതുവരെ കുറഞ്ഞിട്ടില്ല. 3000 കോയിനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നിലിൻ്റെ കുണോ ഇടിച്ച് പൊള്ളിക്കും തന്നെ. കുണുവിൻ്റെ ഓരോ അഭ്യാസങ്ങളുണ്ടോ, ഇത് എന്താ പറയുക. 900 കൊടുത്ത് നോക്കാം. രക്ഷപ്പെട്ടാ, രക്ഷപ്പെട്ട് കിട്ടി. ഫൈനലി ബ്രൂണോ ഫെർണാണ്ടസ് ഈസ് ഹിയർ. സമാധാനം, വെറുതെ കറക്കിയപ്പോൾ കിട്ടി, ഭാഗ്യട്ടി. ബ്രൂണോനെ കിട്ടി. പൊളിച്ചത് അത് പേടിച്ചിരിക്കായിരുന്നു ഒരു പൂജ്യം. അത് എന്തായാലും 3000 കോയി ബാക്കിയൊക്കെ കിട്ടിയിട്ടില്ല, ഭാഗ്യം. ഗൈസ് ഫൈനലി ബ്രൂണോ ഫെർണാണ്ടസ് ഈസ് ഹിയർ. വേണ്ടാത്തവരെ തന്നില്ല, ഭാഗ്യമുണ്ട്. നമുക്ക് വേണ്ടാത്ത വിനീഷ്യസിനെ അവിടെ വെച്ചു, ബാക്കി എല്ലാവരും തന്നിട്ട് നമുക്കിനി എന്തായാലും പോയി ട്രെയിൻ ചെയ്യിക്കാം. മുബരയിൽ അത്യാവശ്യമുള്ള പ്ലേസൊക്കെ ഉള്ള കേട്ടോ, കിടിലൻ സ്കോഡൊക്കെ ഉള്ളതാണ്ടോ, നല്ല പ്ലേസുള്ള. എന്തായാലും ഇതിലേക്ക് വെറുതെ നമ്മുടെ ഡെമ്പലിപ്പോൾ കിട്ടിയത് അവിടെ. ഡെമ്പൽ ഏതാ കിട്ടിയത് ഇപ്പോൾ കിട്ടിയത്? നിലവിൽ 1 ഇട്ടുണ്ട് കേട്ടോ ബ്രോ, കുഴപ്പമുണ്ടാവില്ല വിചാരിച്ചിട്ട്. ദെൻ ബ്രൂണോ AMF ബ്രൂണോ. തൽക്കാലം നമുക്ക് സോളോനെ വെച്ചിട്ട് അവിടെ ബ്രൂണോ. ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് കിട്ടാലോ. പ്ലെയർ ആദ്യം ലെവൽ ട്രെയിനിങ് കൊടുക്കുക. സാധനം കിട്ടിയടാ, ഭാഗ്യണ്ടാ, എന്തൊരു ഭാഗ്യമുണ്ട്. അല്ലേനാ പെട്ടുപോയനെ. പ്ലെയർ പ്രോഗ്രഷൻ ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് കൊടുക്കാണ്ടോ? ഫ്രീ ആയിട്ടെങ്കിലും ഇല്ല. തൽക്കാലം നമുക്ക് ഓട്ടോ ഇത് ചെയ്യാം. നൂറ്റിയേഴായി കിട്ടും കേട്ടോ ആള്, 107 കിട്ടും. കണ്ടോ നല്ല സ്റ്റാറ്റ്സ്, ഡ്രിബിളിങ് സ്റ്റാറ്റ്സ് ഉണ്ട്, പാസിങ് സ്റ്റാറ്റ്സ് ഉണ്ട്, ഫിനിഷിങ് 85 ഉണ്ട്, സ്പീഡ് ആക്സലേഷനൊക്കെ അത്യാവശ്യം നല്ലൊരു കാർഡാട്ടോ നമ്മുടെ ബ്രൂണോടെ. പൊളി സാധനമാണ്. നമ്മുടെ ഡെമ്പല് നോക്കുകയാണെങ്കിൽ ട്രെയിൻ ചെയ്യിക്കട്ടെ കേട്ടോ. ഡെമ്പല്ലേ എന്നാലും കിട്ടിയതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, ഭാഗ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട്, ഭാഗ്യം. പെട്ടുപോയനെ. പ്ലെയർ വെച്ച് ഓട്ടോ കൊടുക്കാം. ആള് 107 സംതിങ് ആകും. അപ്പോൾ 105 ആവുള്ളൂ. ഡെമ്പലിക്കുള്ള സ്റ്റാറ്റ്സ് ഉണ്ട്, 95 മുകളിലായിട്ട് ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് തോന്നിട്ടേക്ക്. 96 ഫിനിഷിംഗ് ഉണ്ട്. സ്പീഡ് ആക്സലേഷൻ എന്തായാലും പക്കയായിരിക്കും.
സോ നല്ല കളഞ്ഞാട്ടോ, എല്ലാവരും ടോപ്പ് തന്നെയാണ്. ഡെംബലയുടെ ഇഞ്ചുറിയുടെ കൺസേൺ എങ്ങനെയാണ്? ഇഞ്ചുറി സ്റ്റാൻഡേർഡ് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും 2 പ്ലേയേഴ്സും കിട്ടിയിട്ടുണ്ട്. സമാധാനം. ലിയോ ജോസ് ബ്രോ ഫൈനലി വി ഗോട്ട് ഇറ്റ്. ഒരു സന്തോഷം. അപ്പോൾ ഗൈസ് എന്തായാലും ലിയോ ജോസ് ബ്രോയുടെ അക്കൗണ്ടിലാണ് കറക്കിയത്. മൂപ്പർക്ക് അങ്ങനെ ലെക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആൾ 12,000 കോയിൻ കറക്കിയിട്ട് ആൾക്ക് ടാർഗറ്റ് ഒന്നും കിട്ടാത്ത സമയമൊക്കെ ഉണ്ട് ഇത്രേ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അത് കിട്ടിയത് ഭാഗ്യം. എന്തായാലും 2,800 കോയിൻ ബാക്കിക്കുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റി. അപ്പോൾ ലിയോ ജോസ് ബ്രോ താങ്ക് യു ഫോർ ദിസ് അക്കൗണ്ട്. അപ്പോൾ എന്തായാലും ഇന്നെന്തായാലും സ്പിന്നിങ് അങ്ങനെ തീർന്നുണ്ട്. ഭാഗ്യമുണ്ട്, കിട്ടുകൊണ്ട് ഭാഗ്യം, രക്ഷപ്പെട്ടു. ഇന്നലെ ആ 2 ടാർഗറ്റിന് കിട്ടി, ഇന്നും കിട്ടി, സമാധാനം. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ്? വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.